രാക്ഷസൻ സിനിമയുടെ റിലീസിനുമായി ശേഷമാണ് വിഷ്ണു വിശാലിന് കേരളത്തിൽ ആരാധകരുണ്ടായത്. 40-കാരനായ താരം വെണ്ണില കപടക്കൂട്ടം കുഴു എന്ന സിനിമയ്ക്ക് ശേഷം 2009-ലാണ് അഭിനയത്തിലേക്ക് അരങ്ങേറുന്നത്. സിനിമയിലേക്ക് എത്തും മുമ്പ് വരെ ക്രിക്കറ്റായിരുന്നു വിഷ്ണുവിൻ്റെ പ്രൊഫഷൻ. വെണ്ണില കപടിക്കുഴുവിന് ശേഷം തമിഴ് തിരക്കൊണ്ട മുൻനിര നടനായി വിഷ്ണു വിശാൽ. ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത ലാൽ സലമായിരുന്നു വിഷ്ണുവിൻ്റേതായി അവസാനം റിലീസ് ചെയ്ത സിനിമ. പക്ഷേ ചിത്രം വൻ പരാജയമായിരുന്നു. വിഷ്ണുവിനൊപ്പം എക്സൈറ്റ് ക്യാമിയോ റോളിൽ രജനീകാന്തും ലാൽ സലാമിൽ അഭിനയിച്ചിരുന്നു. നടൻ്റെ വ്യക്തിജീവിതം പലപ്പോഴും ചർച്ചയായിട്ടുള്ള ഒന്നാണ്. 2010-ലായിരുന്നു ആദ്യ വിവാഹം. നടൻ കെ നടരാജൻ്റെ മകൾ രജനിയുമായിരുന്നു വിഷ്ണു വിവാഹം ചെയ്തത്. ഇരുവരും കോളേജ് കാലം മുതൽ സുഹൃത്തുക്കളായിരുന്നു. 4 വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് വിവാഹിതരായത്. 2017 ഇരുവർക്കും ആര്യൻ എന്നൊരു ആൺകുഞ്ഞും പിറന്നു. കുഞ്ഞ് പിറന്ന ശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ 8 വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിച്ച് ഇരുവരും വേർപിരിഞ്ഞു. ഇപ്പോഴിതാ ആദ്യത്തെ തൻ്റെ വിവാഹബന്ധം തകരാനുള്ള കാരണം വെളിപ്പെടുത്തുകയാണ് വിഷ്ണു വിശാൽ. എൻ്റെയും രജനിയുടെയും വിവാഹത്തിൻ്റെ 1 മാസം മുമ്പാണ് അവൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തിയത്. ലൈഫ് ഒരു രാത്രി കൊണ്ട് മാറി മറിഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. ഈ വേദനയ്ക്കിടയിലും വിവാഹ സമയത്ത് ഞാൻ അവൾക്കൊരു പ്രോമിസ് നൽകി. എന്ത് സംഭവിച്ചാലും നിനക്കൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് വാക്കുകൊടുത്തു. എല്ലാവരും ഒരു ദിവസം മരിക്കും. ചിലപ്പോൾ അവർ നമ്മളോട് കുറച്ചു നേരത്തെ മരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് അവളെ തന്നെ വിവാഹം കഴിച്ചാൽ മതിയെന്ന് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് തറപ്പിച്ചു പറഞ്ഞു. മാത്രമല്ല എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണമെന്നും പറഞ്ഞു. കാരണം എൻ്റെ കയ്യിൽ പാഴാക്കാൻ സമയമില്ലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അവൾ ചികിത്സയിലായിരുന്ന സമയത്ത് ഞാൻ സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതുമൂലം രജനി എന്നെ തെറ്റിദ്ധരിച്ചു. എനിക്ക് അവളോട് താല്പര്യമില്ലെന്നും സ്നേഹമില്ലെന്നും കരുതി. അത് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ കാരണമായി. പിന്നീട് അത് വിവാഹമോചനത്തിലേക്കെത്തി. ഞാൻ വിവാഹമോചനം ആവശ്യപ്പെട്ടില്ല. രാക്ഷസൻ റിലീസ് ചെയ്ത് 5 ദിവസത്തിന് ശേഷം ഞങ്ങൾ വിവാഹമോചിതരായി. എല്ലാവരും വിജയം ആഘോഷിക്കുമ്പോൾ വിവാഹമോചനത്തിന് ഞെട്ടിലായിരുന്നു ഞാൻ. അത്രയേറെ ആഗ്രഹിച്ച് നടന്ന വിവാഹവും ദാമ്പത്യവും ഇതുപോലെ വിവാഹമോചനത്തിൽ പര്യവസാനിച്ചതോടെ എൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നു. ലൈഫിനെക്കുറിച്ച് പ്രതീക്ഷ വെക്കുന്നത് തന്നെ ഞാൻ അവസാനിപ്പിച്ചു. ഇത്രയേറെ വേദനകൾ ഞങ്ങൾ രണ്ടുപേരും അർഹിക്കുന്നില്ല. വിവാഹമോചനം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതുമല്ല. മകനെ കാണുമ്പോഴെല്ലാം വിവാഹമോചനം ഞാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്ന് എനിക്ക് എപ്പോഴും തോന്നും. പക്ഷേ ഇതാണ് ജീവിതം. ഇതൊക്കെ തന്നെയാണ് വിഷാദം എന്നിലേക്ക് കടന്നു വരാൻ കാരണമായത്. ഇപ്പോഴും ഡിപ്രഷൻ ഞാൻ അനുഭവിക്കുന്നു. അതൊരിക്കലും നമ്മളെ വിട്ടുപോകില്ല. അത് ജീവിതത്തിൽ ഭാഗമായി മാറി. ഇപ്പോൾ ഞാനും എൻ്റെ മുൻ ഭാര്യയും തമ്മിൽ നല്ല സൗഹൃദത്തിലാണ്. ഒരു ഘട്ടത്തിൽ അവൾ എന്നോട് സംഭവിച്ച കാര്യങ്ങൾക്കെല്ലാം മാപ്പും പറഞ്ഞിരുന്നു. കുറച്ചുകൂടി ക്ഷമ വേണമെന്ന് എടുത്തു ചാടരുതെന്ന് തോന്നിയെന്ന് അവൾ പറഞ്ഞു. ഇന്ന് ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബം പോലാണ് ജീവിക്കുന്നതെന്ന് വിഷ്ണു പറയുന്നു. മകൻ്റെ സംരക്ഷണം വിഷ്ണുവിനാണ്. 4 വർഷം മുമ്പ് നടൻ ജാലകുട്ടി വിവാഹം ചെയ്തിരുന്നു. അടുത്തിടെ ഇവർക്കൊരു മകൾ പിറന്നത്.